ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻഡ്രൂ ജോളി. ഞാൻ അങ്കാലിക്കടുത്ത് സെൻറ് ആനീസ് ചർച്ച് മറ്റൊരിടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഡിസംബർ 20 ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. രണ്ടാമത്തെ സാക്ഷ്യം പറയാൻ ആൾക്കാരിൽ കയറ്റിയിരുത്ത ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവരെ പോലെ തന്നെ എനിക്കും ജോലിയുടെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ എൻ്റെ ബിടെക് കംപ്ലീറ്റ് ആയതിനു ശേഷം എനിക്ക് നല്ലൊരു ജോലി എന്നുള്ളതിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ച ഫീൽഡിൽ എനിക്കൊരു ജോലി കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് നിയോഗം വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഡിമാൻഡ്സ് വെച്ച് മാതാവിൻ്റെ അടുത്ത്. ഒന്ന്, ഞാൻ പഠിച്ച ഫീൽഡായിരിക്കണം, പിന്നെ എനിക്ക് ഉടമ്പടിയിൽ നിലനിൽക്കണം. അങ്ങനെ ഞാൻ ഡിമാൻഡ്സ് വെച്ച് ഞാൻ നിയോഗം വെച്ച് ഒരു രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞ് മൂന്നാമത്തെ പുതുക്കലൊക്കെ ആയപ്പോഴേക്കും മാതാവ് എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ജോലി എടുത്തന്ന്. എനിക്ക് അബുദാബിയിൽ ആട്ട്നോക്കിൽ റിഗിലാണ് എനിക്ക് ജോബ് മാതാവ് സെറ്റായി തന്നത്. അപ്പോൾ എനിക്ക് 2 മാസം വർക്ക് ചെയ്താൽ 1 മാസം നാട്ടിൽ വരാം. അങ്ങനെ നാട്ടിൽ വന്ന് എനിക്ക് ഉടമ്പടി പുതുക്കാം, ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, തിരിച്ചു പോകാം. അങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് സാലറി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചാളെ ഇപ്പോൾ മാതാവിനോട് പറഞ്ഞു, അതായത് കുറച്ചും കൂടി സാലറിയുള്ളൊരു ജോലി എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാൻ മാതാവിൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓഫ് ഷോർ വർക്ക് ചെയ്യുന്നത് കടലിൽ. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് എത്താൻ പറ്റത്തില്ല. പിന്നെ ലീവിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലും വരും. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂസ് ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ കമ്പനീസിൽ ഡയറക്റ്റ് CV കൊടുത്ത്, പക്ഷെ ഒന്നും സെറ്റായില്ല അങ്ങോട്ട്. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ച് ഞാനത് വിട്ട്. പക്ഷേ മാതാവ് അത് വിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വന്ന് മാതാവായിട്ട് വന്ന കോളാണെന്നെങ്കിൽ തോന്നുന്നു, അല്ലാതെ വേറെ വഴിയില്ല. കോള് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇൻ്റർവ്യൂ നാളെ ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഓഫ് ഷോറാണ് വർക്ക് ചെയ്യണേ, അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഓൺലൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റെഗുലർ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഓഫ് ഷോർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ക്യാമറ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഫോണിലെ ക്യാമറ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ക്യാമറ ഇല്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് കോളായിട്ട് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കോളിൽ ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞവർ നിർത്തി, വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അത് വിട്ട് പിന്നെ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ച് ചെന്ന്. അപ്പോൾ പിന്നെ കേൾക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി അതൊരു US ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അത് വേറൊരു കമ്പനിക്ക് വിറ്റെന്നാണ്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എല്ലാം തീർന്നു. എന്നാലും ചെറിയൊരു വിശ്വാസം അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കമ്പനി തന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ റെഡി ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിറ്റേ ദിവസം അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. എനിക്ക് ആദ്യം കിട്ടിയിട്ടിരുന്നേക്കാളും ഒരു 2 മടങ്ങ് കൂടുതലുള്ള ഉള്ളൊരു ജോലി എന്ന മാതാവ് എന്നെ സഹായിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആദ്യം ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ടി വരും, ഒരു 2 മണിക്കൂറൊക്കെ. അപ്പോൾ എൻ്റെ കാലിന് ഞാൻ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചിട്ട് എൻ്റെ ലിഗമെൻറ്റിന് ചെറിയൊരു പുട്ടിൽ വന്നിട്ടുണ്ടായി. അത് ഞാൻ 3 മാസം റെസ്റ്റൊക്കെ എടുത്ത് ഓക്കെ ആയി സെറ്റായിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. പക്ഷേ കണ്ടിന്യൂസ് വർക്ക് ചെയ്യണോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വീണ്ടും പെയിനായി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഇത്രേ പറഞ്ഞോളൂ, ഇതെനിക്ക് മാതാവ് നേടിത്തന്ന ജോലിയാണ്, മാതാവ് എന്നെ നോക്കിക്കോളാൻ പറഞ്ഞു. കാര്യം അവിടെ മെഡിക്കുണ്ട്, അവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും. പക്ഷേ അത് റെക്കോർഡിക്കലി പ്രോബ്ലം ആവും. പിന്നെ എനിക്ക് എൻ്റെ ജോബിനെ എഫക്റ്റ് ചെയ്യും, എൻ്റെ ജോബ് നഷ്ടപ്പെടാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ തൈലം കാലുമ്പോൾ വരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് ജോലി എന്ന് പറയുമ്പോൾ എല്ലാം എനിക്ക് റെസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ജോലികളായി. പിന്നെ അത് കുഴപ്പമില്ലാതെ മാറി. പിന്നെ നാട്ടിലൊന്ന് ഉടമ്പടിയിൽ വെച്ച് പിന്നെ എനിക്കിപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നിന്ന് വർക്ക് ചെയ്താലും ഒരു കുഴപ്പമില്ല, അത് പൂർണ്ണമായിട്ട് മാറി കിട്ടി. പിന്നെ എന്ന് പറയാനായിട്ട് ഞാൻ ജോലിക്കും പഠിച്ചതിൻ്റെയും ഒക്കെ ആയിട്ട് എനിക്കൊരു 6 ലക്ഷത്തിൽ കൂടുതൽ കടം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ജോലി കിട്ടിയത് കഴിഞ്ഞ് ഒറ്റയടിക്ക് തന്നെ എൻ്റെ കടമെല്ലാം ഇല്ലാതായി, പൂർണ്ണമായിട്ട് മാറി കിട്ടി എനിക്ക്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തായിരുന്നു. പക്ഷേ അത് കുറേ പെൻഡിങ് ആയിരുന്നു, ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 10 വർഷമായിട്ടാണ് കിടക്കണമായിരുന്നത്. പക്ഷേ ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും അതെല്ലാം പൂർത്തിയായി, ഇപ്പോൾ പെയിൻറ്റിങ് വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട്. അതിൽ ഞാൻ അത്ര വിശ്വസിച്ചിരുന്ന വ്യക്തിയല്ല. പക്ഷേ മാതാവ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയമാണ്, ബൈക്ക്. അപ്പോൾ
ഹെൽമെറ്റ് വെച്ചാൽ നമ്മൾ ഓടിക്കുക. ആ സമയത്ത് എനിക്ക് കണ്ടിന്യൂസ് ഒരു 2 മിനിറ്റ് കൂടുതൽ സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിൽ നടക്കും. അതുപോലെ തന്നെ എനിക്ക് കൂടുതലായിട്ടും സ്വപ്നത്തിൽ കൂടെ എന്നോട് കൂടുതൽ സംസാരിക്കുന്നത് തന്നെ. എന്തെങ്കിലും സ്വപ്നത്തിൽ ഇങ്ങനെ മാതാവ് കാണിച്ചു തരും. പിറ്റേ ദിവസം ഞാനിങ്ങനെ ബൈബിളിരുന്ന് വായിക്കുന്ന ടൈമിൽ അതിൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും എന്താ മാതാവ് പറഞ്ഞതെന്നുള്ളത്. അങ്ങനെ 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞത് അതും സെപ്റ്റംബർ 8 തന്നെ എൻ്റെ ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടിയത്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ആയിട്ട് ചെയ്യാറെന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അപ്പോൾ അവിടെ പ്രായ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പച്ചന്മാരവിടെ ചെല്ലും. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയാൽ അത് ചെയ്യും. പിന്നെ ഭക്ഷണം കൊടുക്കാതെ സഹായിക്കും. പിന്നെ അവരെ കുളിപ്പിക്കും, അവരെ നഖം വെട്ടി കൊടുക്കും, മുടി വെട്ടും. അങ്ങനെ അവരെ അത്യാവശ്യം ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട് അവിടെ. പിന്നെ ഞാൻ റോഡ് സൈഡിലിരിക്കുന്ന പാവപ്പെട്ടവരെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ മോശമാണെങ്കിൽ അവർക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുക്കും. പിന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഞാനൊരു ദശാംശം മാറ്റി വയ്ക്കും എല്ലാ മാസം. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് കൊടുക്കും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്. അപ്പോൾ അവിടുത്തെ പള്ളിയിലും കൊടുക്കാറുണ്ട്. പിന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം ഞാനത് ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ ആൻഡ് തന്നാൽ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയും. 65 സങ്കീർത്തനം 4 തിരുവചനം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ആൻഡോ ജോളി എന്ന മകൻ്റെ സാക്ഷ്യം വളരെ ആകർഷണീയമാണ്. കാരണം ആൻഡോ ജോളിയുടെ ഉടമ്പടി നിയോഗം നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്. സാധാരണഗതിയിൽ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാവരും ഉടമ്പടിയിൽ നിയോഗങ്ങൾ വയ്ക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ്. പക്ഷേ ആൻഡോയുടെ നിയോഗത്തിൽ ഉണ്ടായിരുന്നത് എനിക്ക് ജോലിയോടൊപ്പം ഉടമ്പടിയും ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ജോലിസ്ഥലമായിരിക്കണം, സാധ്യതയായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന കൂടി ആ നിയോഗത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വളരെ മനോഹരമാണ്. പരിശുദ്ധ അമ്മ ആ ജോലി ഈശോയിൽ നിന്ന് വാങ്ങി കൊടുക്കുമ്പോൾ ഈ മകനെ 2 മാസം ജോലി ചെയ്ത് 1 മാസം റിട്ടയർ, 1 മാസം വിശ്രമിക്കാനുള്ള ഒരു വലിയ സാധ്യതയും സഹായവുമാണ് പരിശുദ്ധ അമ്മ ഈ ഉടമ്പടിയിലൂടെ വെച്ച നിയോഗത്തിൽ ഈ മകന് കൊടുത്ത ജോലിയിൽ ലഭിച്ചിട്ടുള്ളത്. വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ ഈ മകനുണ്ടാകുന്ന സുഗന്ധാഭിഷേകം, പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും സ്വപ്ന ദർശനങ്ങളും എല്ലാം ഈ മകനെ വളരെ ഇൻസെൻറ്റീവായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കാഷ്വലായി തോന്നാവുന്ന ഈ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മകന് വളരെ വലിയ കൃപയുടെയും അഭിഷേകത്തിൻ്റെയും ഒരു സാക്ഷ്യം കൂടിയാണ്. ഞാൻ പരിശുദ്ധ അമ്മയോട് എത്രമാത്രം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ ഒരുപാട് യുവാക്കളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മകൻ പറയുന്നുണ്ട്, ഞാനെപ്പോഴും എന്തെല്ലാം എനിക്ക് ചെറിയ വേദനകൾ, ലിഗമെൻ്റ് പെയിനൊക്കെ ഉണ്ടായപ്പോഴും അതെൻ്റെ ജോലിയെ ബാധിക്കും എന്ന് പരിശുദ്ധ അമ്മ നേരത്തെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ അത് തൈലം പൂശിക്കൊണ്ട് തന്നെ ആ രോഗത്തിൽ നിന്നുള്ള ഒരു വലിയ ഹീലിംഗ് മകന് ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിലും പരിശുദ്ധ അമ്മയോട് നമുക്ക് വളരെ ഇൻറ്റിമസിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ എന്ത് തന്നെ പരിശുദ്ധ അമ്മയോട് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കതെല്ലാം തരും. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എല്ലാം ഞാൻ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിത്തരുമെന്ന് ഈശോ നമ്മോട് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഉടമ്പടി. ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നാം എന്തെല്ലാം ഈശോയ്ക്ക് കൊടുക്കുന്നു അതിലിരട്ടിയായി ഈശോ നമുക്ക് നൽകുന്ന ഒരു വലിയ വാഗ്ദാന പ്രാർത്ഥന പ്രക്രിയയാണിത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അടുക്കും ചിട്ടയും അച്ചടക്കവും എല്ലാം നമുക്ക് കാലക്രമേണ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ക്രിസ്തു കൈമാറ്റം നടത്തുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയെ നമുക്ക് ആശ്ലേഷിക്കാം. ആൻഡോയ്ക്കുണ്ടായിട്ടുള്ള ഒരു വലിയ അനുഭവം അത് തന്നെയാണ്. പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഈശോയെ എപ്പോഴും കൃത്യമായി സ്വീകരിക്കുവാനും കൃത്യമായി കുമ്പസാരിക്കുവാനും വചനം വായിക്കുവാനും എപ്പോഴും വളരെ ആകസ്മികമായി നോക്കിക്കാണാതെ എല്ലാം ഈശോ എനിക്ക് നൽകുന്നതാണെന്നുള്ളൊരു വലിയ നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള വലിയ കൃപയും മകൻ ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉടമ്പടി ജീവിതം അങ്ങനെ ആയിരിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ജോലികളും നിയോഗങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും യുവാക്കളായിട്ടുള്ള എല്ലാ മക്കളെയും ഒറ്റപ്പെട്ട് കഴിയുന്നവരെല്ലാം നമുക്ക് നിയോഗത്തോട് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയ്യടി നൽകി ആൻഡോ ജോളിയുടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.